അങ്ങനെ പട്ടാള ചിട്ടയോടെ എന്തിനും ഒരു സ്വാതന്ത്ര്യം നൽകാതെ, സ്വസ്ഥത നൽകാതെ അടക്കി ഭരിക്കുന്ന സംവിധാനവും സിസ്റ്റവും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതും നമ്മുടെ മക്കളെ മോശമാക്കാൻ കാരണമാണ്. അതുകൊണ്ട് മക്കളെ നന്നായി സ്നേഹിക്കണം. മക്കളോട് പറയണം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞു, ഇദാ അഹബ്ബ അഹദുക്കും സാഹിബ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ചങ്ങാതിമാരെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, സ്നേഹമാണെങ്കിൽ, ഫല്യതിഹി ഫീ മൻസിലിഹി, അവരുടെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വരണം. ഫല്യുഖ്ബിർഹു, എന്നിട്ട് അവരോട് പറയണം, അന്നഹു യുഹിബ്ബുഹു ലില്ലാഹ്, എനിക്ക് നിങ്ങളെ അല്ലാഹുവിന്റെ വിഷയത്തിൽ ഇഷ്ടമാണെന്ന് പറയണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഫഖദ് ഖാന, അയാളെ വഞ്ചിച്ചതിന് സമാനമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് മുസാഫഹത്ത് ചെയ്യണം. വീട്ടിലേക്ക് പോയി ഭാര്യയോട് സലാം പറഞ്ഞ് കൈ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണം. കഴിയുമെങ്കിൽ ഒന്ന് മുഖവും ഒന്ന് ടച്ച് ചെയ്യണം. അതൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. മക്കളെ കണ്ടാല് ഒന്നിങ്ങനെ, ഇത് മുഖാണെന്ന് വിചാരിക്കാം, ഇങ്ങനെ മുഖം ഒന്ന് ടച്ച് ചെയ്യാം. ഭാര്യയാണെങ്കിലും ചെയ്യാം. ഇനി ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ മുമ്പിൽ ചെയ്താൽ മോശമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ചെയ്താൽ മതി. ഉപ്പാനും ഉമ്മാനും മുമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ആൾക്കാരുടെ മുമ്പിലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ നിൽക്കണ്ട. ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം വീട്ടിലേക്ക് പോകുമ്പോൾ. ഇനി മക്കളോട് അതേപോലെ, മക്കൾ പിന്നെ ആരുണ്ടെങ്കിലും പ്രശ്നമില്ല. മക്കൾ എപ്പോൾ മുമ്പിൽ പോയിട്ട് അവരൊന്ന് പരസ്പരം മുഖം ഇങ്ങനെ ടച്ച് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ അവരോട് നമ്മൾക്ക് സ്നേഹം കൂടും. പിന്നെ അവരുമായിട്ടുള്ള സംവേദന, അവരുമായിട്ടുള്ള സംസാരം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഗൗരവത്തോടെ കർക്കശമായിട്ട് സംസാരിക്കുക, അതൊരു മാന്യമായ രീതിയിൽ സംസാരിക്കുക. അവർക്കിടയ്ക്കിടെ സമ്മാനം നൽകുക. നീ ഇന്ന് 5 നേരം കൃത്യമായി നിസ്കരിച്ചാൽ നിനക്ക് ഞാൻ 100 രൂപ തരാം. നീ എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്താൽ എല്ലാ ദിവസവും ഞാൻ നിനക്കൊരു 100 രൂപ തരാം. അങ്ങനെ ഒരു മാസത്തിൽ ഇത്ര പൈസയായി, 3000 രൂപയായി. നല്ല മുതലല്ലേ? മക്കൾക്ക് നല്ല കിട്ടലല്ലേ ഇത്? അങ്ങനെ നിങ്ങൾ 2-3 മാസം അങ്ങനെ ചെയ്യിപ്പിക്കുക. 2-3 മാസം ഓതുമ്പോഴേക്കും ഇതിന്റെ ഹരം പിടിക്കും. ഹരം പിടിച്ചാൽ പിന്നെ അവര് പൈസ ഒന്നും വേണ്ട, നമുക്ക് ആഖിറത്തിലെ കൂലി മതി, നിങ്ങളെ പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഓതാൻ തുടങ്ങും. നിസ്കരിച്ച് ഇന്ന് സുബഹിക്ക് ജമാഅത്തിന് കൃത്യമായി പോയാൽ ഞാൻ നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം. അങ്ങനെയാ സമ്മാനം കൊടുത്തിട്ട് മക്കളെ നമ്മൾക്ക് നന്നാക്കാൻ പറ്റും. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് പിന്മാറ്റം ഉണ്ടാവാനും നമ്മൾക്ക് സമ്മാനം കൊടുത്ത് തെറ്റിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയും. അതേപോലെ മക്കൾക്ക് നൽകേണ്ട അംഗീകാരം നമ്മൾ നൽകണം. അവരെ അംഗീകരിക്കണം. അവരുടെ കഴിവുകൾ, അവരുടെ സൗന്ദര്യം നമ്മൾ അംഗീകരിക്കണം. ഒരു നമ്മുടെ പെൺകുട്ടി കുളിച്ച് അണിഞ്ഞൊരുങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ മകളെ വിളിച്ചിട്ട് മോളെ നീ നല്ല സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൾ അംഗീകരിക്കണം. ഉമ്മ പറയണം, ഉപ്പ പറയണം. അല്ലെങ്കിലാണ് ബസ്സിലുള്ള കണ്ടക്ടർമാരെ, വഴിയിലുള്ള വഴിപ്പോക്കന്മാരെ, പൂവാലന്മാരെ അവരോട് പറയുന്നത്, മാഷാ അല്ലാഹ് എന്തൊരു ഗ്ലാമർ ആണ്, നിന്റെ കുപ്പായം നല്ല ചേർന്നിട്ടുണ്ട് കേട്ടോ, ഇന്ന് നല്ല മൊഞ്ചിലാണല്ലോ. ഇതൊക്കെ പുറത്തു നിന്ന് കിട്ടുമ്പോഴാണ് അവരോട് സ്നേഹം തോന്നുന്നത്. നേരെ മറിച്ച് അവര് നൽകുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു, മോളെ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ മകൾക്ക് മറ്റുള്ളവരുടെ വാചോടാപ്പം, മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട്, പ്രലോഭനങ്ങൾ കൊണ്ട് ആ പെണ്ണ് വഴങ്ങൂല. എന്റെ ഉമ്മ ഇതിനേക്കാളും മുമ്പ് എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന ബോധമുണ്ടാവും. മക്കൾ അംഗീകരിക്കണം. പെൺമക്കളായാലും ആൺമക്കളായാലും അവരുടെ സൗന്ദര്യം, അവരുടെ ഡ്രസ് കോഡ്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ബുദ്ധിശക്തി, അവരുടെ പഠനം, എല്ലാ വിഷയങ്ങളിലും അവർ അംഗീകരിക്കണം നമ്മൾ. പിന്നെ സ്നേഹം വേണം. അഭിനവമായ സ്നേഹം വേണ്ട, അമിതമായ ലാളനയും വേണ്ട. ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്നേഹിച്ച് സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് അവരെ വിളിക്കാതെ കിടന്നുറങ്ങാൻ അനുവദിക്കുക. എന്താ സ്നേഹം? മക്കളോടുള്ള സ്നേഹേ സുബഹി നിസ്കരിക്കാതെ ഉറങ്ങാൻ വിടുക. ഈ സ്നേഹം വേണ്ട. ഇത് കാപട്യമാണ്. അമിതമായ ലാളന വേണ്ട. ദീനിയായ വിഷയത്തിൽ കർശനമാവണം. 4ാമത്തെ വിഷയം, അവർക്ക് അവരുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് അവരോട് പെരുമാറുകയും അവർക്ക് അംഗീകാരം നൽകുകയും ചെയ്യുക. 7 വയസ്സുവരെ അവരെ കളിപ്പിച്ച് വളർത്തുകയും 7 മുതൽ 14 വരെ അടിമകളെ പോലെ അച്ചടക്കം പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ഉമർത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 7 വയസ്സുവരെ കുട്ടിയെ പോലെ നമ്മൾ പെരുമാറുക. അപ്പൊ 4 കാലിൽ നടക്കേണ്ടി വരും. അവരുടെ കൂടെ ഓട്ടമത്സരം നടത്തേണ്ടി വരും. അവരുടെ കൂടെ മൊബൈൽ ഗെയിമുകൾ കളിക്കേണ്ടി വരും. 7 വയസ്സുവരെ. 7 വയസ്സായാൽ ഈ കുട്ടിക്കളിയെല്ലാം മാറ്റിവെച്ച് ഒന്ന് കർശനമായി
കർശനമാക്കി, ഒന്ന് സ്ട്രിക്റ്റ് ആക്കി, നിങ്ങളുടെ സ്വഭാവം അവരോട് മാറ്റി. 14 വയസ്സുവരെ ദീനീ ചിട്ടയോടെ ഓരോ വിഷയത്തിലും വളരെ കർശനമായി അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ 7 വയസ്സ് കഴിഞ്ഞു, 14 കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനാക്കി അവനെ മാറ്റാം. നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ എന്ത് വിഷയമുണ്ടായാലും അയാളോട് അഭിപ്രായം ചോദിക്കുക, അവന് നിങ്ങളോടും അഭിപ്രായം ചോദിക്കണം. സുഹൃത്തിനെ പോലെ എല്ലാം അവനോട് പറയാ. ബിസിനസ്സിലെ പ്രയാസങ്ങൾ പറയുക, യാത്രയിലെ പ്രയാസങ്ങൾ പറയാ, കടബാധ്യതകൾ പറയുക, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മക്കളോട് പറയാ. അതേപോലെ മക്കൾ സ്കൂളിലെ വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ, ജോലിയിലെ വിശേഷങ്ങൾ നിങ്ങളോടും പറയുക. ഒരു സുഹൃത്തിനെ പോലെ ജീവിക്കണം. 5-മത്തേത്, കുട്ടികളെ ഇടയ്ക്കിടെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇടയ്ക്കിടെ ഉപദേശിക്കുക. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം പോലെ, യാ ബുനയ്യ ഇന്നഹാ മിത്ഖാല ഹബ്ബ, മോനെ ശിർക്ക് ചെയ്യരുത്, മോനെ ഉച്ചത്തിൽ സംസാരിക്കരുത്, മോനെ അഹങ്കരിക്കരുത്, മോനെ കൃത്യമായി നിസ്കരിക്കണം, മോനെ മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി കൊടുക്കരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരിക്കലും മോശമായി ഒരിക്കലും തല താഴ്ത്തി കൊടുക്കരുത്, എന്നാൽ അഹങ്കരിക്കുകയും വേണ്ട എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ഉപദേശങ്ങൾ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം ഖുർആനിൽ നൽകിയത് നമ്മൾക്കറിയാം. സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് മക്കൾക്ക് വ്യത്യസ്തമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായി ഓതി വെച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഒന്നും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ വിസ്മരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ നഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും ووقاهم ربهم عذاب الجحيم كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر مصفوفة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. മുത്തഖീങ്ങൾക്കെല്ലാം അല്ലാഹു നൽകുന്നത് സ്വർഗ്ഗമാണ്. സ്വർഗ്ഗത്തിൽ അവർ ആനന്ദിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുകയാണ്. നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു അവരെ സംരക്ഷിച്ചു. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ തിന്നുവീൻ, നിങ്ങൾ കുടിക്കുവീൻ. ദുനിയാവിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതല്ലയോ, തിന്നുവീൻ, കുടിക്കുവീൻ, വേണ്ടതെല്ലാം ഭുജിക്കുവീൻ. ദുനിയാവിൽ പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ചതല്ലയോ. മനോഹരമായ കട്ടിലുകളിൽ ചാരിയിരുന്നിട്ട് മനോഹരമായ സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളായ ഹൂറുൽ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അല്ലാഹു കൊടുക്കുകയാണ്. അവരെ മാത്രമല്ല, മുത്തഖീങ്ങൾ മാത്രമല്ല, വല്ലദീന ആമനു, അവരുടെ കൂടെ വിശ്വസിച്ച വിശ്വാസികളും നാളെ സ്വർഗ്ഗത്തിലാണ്. വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, ഉപ്പമാര് സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കല്ല, ആ ഉപ്പമാരുടെ പാത പിന്തുടരുന്ന മക്കളും സ്വർഗ്ഗത്തിലാണ്. ഒറ്റയ്ക്കല്ല, കുടുംബസമേതമാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. ഉപ്പമാര് നല്ലവരായി, ഇനി ഉപ്പമാര് മോശമായാലും ഉപ്പമാരുടെ ശിക്ഷണത്തിലൂടെ വളർന്ന നല്ല മക്കൾ അവര് സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ അവർ ഉപ്പമാരെ കൂട്ടും. നല്ലവരായ ഉപ്പമാരെ ഫോളോ ചെയ്ത, പിൻപറ്റിയ, അനുസരിച്ച മക്കളും ഇൻഷാ അല്ലാഹ് നാളെ കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിലേക്ക് പോകും. അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, അവരുടെ ഉപ്പമാരുടെ കൂടെ മക്കളെയും അല്ലാഹു കൂടെ ചേർക്കുമെന്നാണ്. അവരുടെ അമലിൽ നിന്ന് അല്പം പോലും അല്ലാഹു കുറക്കൂല. ഇവിടെ ചെയ്തതിന്റെ എല്ലാ പ്രതിഫലവും അല്ലാഹു നാളെ സ്വർഗീയ ലോകത്ത് നൽകുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞത് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ കേട്ടത് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ